നമ്മളുടെ ഒരു വെബ്സൈറ്റ് പ്രൊഡക്ഷനിലുണ്ട്, എന്നിട്ട് അതിൽ ഫ്രണ്ട് ആൻഡ് കോഡിൽ ജാവാസ്ക്രിപ്റ്റ് ഒരു ബഗ് ഉണ്ട്. ആ ബഗിന്റെ ഫിക്സ് നമുക്ക് പ്രൊഡക്ഷനിൽ തന്നെ ലൈവായിട്ട് ടെസ്റ്റ് ചെയ്യാൻ ക്രോം സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് ഓവർറൈഡ്സ്. ഓവർറൈഡ്സ് വർക്ക് ചെയ്യാൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ ഒരു സിമ്പിൾ വെബ് ആപ്ലിക്കേഷൻ ഉണ്ട്. സോ ഇതിന്റെ വർക്കിംഗ് വിച്ച് ഈസ് ദ ബെസ്റ്റ് കോഡിംഗ് ചാനൽ ഇൻ മലയാളം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കോഡ് മലയാളം അടിക്കുമ്പോൾ അത് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ആവണം, മറിച്ച് മറ്റേത് ഓപ്ഷൻ എടുത്താലും ബാക്ക്ഗ്രൗണ്ട് റെഡ് ആയിരിക്കണം. അപ്പോൾ നമ്മളിവിടെ കോഡ് മലയാളം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ആവുന്നില്ല. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ മലയാളത്തിന്റെ സ്പെല്ലിംഗ് അല്പം തെറ്റായതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ അതിന്റെ ഫിക്സ് ആയിട്ട് ഇത് നമ്മൾ കറക്റ്റ് ചെയ്യുവാണ്. ഇനി ഈ ഒരു ഫിക്സ് ഡിപ്ലോയ് ചെയ്യാണ്ട് തന്നെ നമുക്ക് പ്രൊഡക്ഷനിൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഇതിന്റെ ഇൻസ്പെക്ട് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഈ സോഴ്സ് ടാബിനകത്ത് പോവുക. സോഴ്സ് ടാബിനകത്ത് പോയിട്ട് നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫയൽസുകളൊക്കെ അവിടെ കാണാൻ പറ്റും. ഒന്നല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് ഫയൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ നെറ്റ്വർക്ക് ടാബിൽ പോയി കഴിഞ്ഞാൽ ആ നെറ്റ്വർക്ക് ടാബിൽ നമുക്ക് ആ ഫയൽ കാണാൻ പറ്റും. എവിടെ നിന്നാണെങ്കിലും നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഓവർറൈഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓവർറൈഡ് കണ്ടന്റ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ഫോൾഡർ പറഞ്ഞു കൊടുക്കണം. അത് നമുക്കൊരു എംപ്റ്റി ഫോൾഡർ പറഞ്ഞു കൊടുക്കാം. ഇതിനൊരു എംപ്റ്റി ഫോൾഡർ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു വാർണിംഗ് കാണിക്കും. അതിനകത്ത് എഡിറ്റ് ഫയൽ ക്ലിക്ക് ചെയ്യുക. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയൽ ഇനി മുതൽ എഡിറ്റബിൾ ആണ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ചേഞ്ചസ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ അത് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇതാണ് നമ്മുടെ ഫയൽ. ഇവിടെ നമ്മുടെ ബഗ് ഇവിടെ ഉണ്ട്, ഇവിടെ നമ്മുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അത് നമ്മളിവിടെ കറക്റ്റ് ചെയ്യാം. ഇനി കറക്റ്റ് ചെയ്യുമ്പോൾ സെർവറിലെ സ്ക്രിപ്റ്റ് ഫയൽ ആയിരിക്കും എടുക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചു കൊടുത്ത ഫോൾഡറിനകത്ത് ഈ ഫയൽ ഉണ്ടാവും. അവിടെ നിന്നായിരിക്കും ഈ സ്ക്രിപ്റ്റ് ഫയൽ ഇനി റിഫ്രഷ് ചെയ്യുമ്പോൾ എടുക്കുക. ഓക്കെ, സോ ഇനി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം കോഡ് മലയാളം അടിക്കുമ്പോൾ ഗ്രീൻ കളർ ആവുന്നു. അങ്ങനെ നമുക്ക് പ്രൊഡക്ഷനിൽ ഏതൊരു സ്ക്രിപ്റ്റും നമുക്ക് എഡിറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ് ഓവർറൈഡ്സ്. ഇത് ജാവാസ്ക്രിപ്റ്റ് ഫയൽ മാത്രമല്ല, API റെസ്പോൺസുകളും നമുക്ക് ഇതേപോലെ എഡിറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഈ ഒരു കേസിനകത്ത് ഈ വരുന്ന വാല്യൂസ് എല്ലാം നമ്മളിവിടെ ഹാർഡ് കോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇതിന് പകരം നമ്മളൊരു APIയിൽ നിന്നും ഫെച്ച് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ API റെസ്പോൺസിനകത്ത് ഇവിടെ 2 ഓപ്ഷനേ ഉള്ളൂ. ചില സമയത്ത് API കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. സോ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് ഈ API ഡാറ്റ നമുക്ക് ഇതേപോലെ വേണമെങ്കിൽ ഓവർറൈഡ് ചെയ്യാം. നേരത്തെ പോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓവർറൈഡ് കണ്ടന്റ് കൊടുക്കുക, എഡിറ്റ് ഫയൽ കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ വരുന്ന APIയുടെ റെസ്പോൺസ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കോഡ് മലയാളം കൂടി ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. റിഫ്രഷ് അടിക്കാം. റിഫ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത API റെസ്പോൺസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ലൈവായിട്ട് API റെസ്പോൺസും ജാവാസ്ക്രിപ്റ്റ് ഫയലുകളൊക്കെ എഡിറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഓവർറൈഡ് ഉപയോഗിക്കുന്നത്. ഇത് ലൈവ് ബഗ് ഫിക്സ് നോക്കാൻ വളരെ യൂസ്ഫുൾ ആണ്. കൂടുതൽ കോഡിംഗ് വീഡിയോകൾക്ക് കോഡ് മലയാളം ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ചാനലുകൾ തീർച്ചയായും കാണുക.